ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. വിധി ഉണ്ടായില്ല. പക്ഷേ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് കേജ്രിവാളിൻ്റെ അറസ്റ്റ് അസാധാരണ സാഹചര്യമാണെന്ന് കോടതിയെ എന്നെ ബോധ്യമായിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരം കുറ്റവാളിയല്ല എന്നുള്ള കാര്യം പറയുന്നു. ഇഡിയെ വിമർശിക്കുന്നു പല ഘട്ടങ്ങളിലും. ക്യാമ്പയിൻ നടത്താൻ ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കാമെന്ന് കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മെയ് 25-നാണ് ഡൽഹി തിരഞ്ഞെടുപ്പ്. 20 വരെ അദ്ദേഹം ജയിലിൽ തന്നെയാണ്. അപ്പോൾ 25-ന് തിരഞ്ഞെടുപ്പ് ഡൽഹിയിൽ, ജൂൺ 1-ന് പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ്. ഈ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാനാവുക എന്നാൽ അതൊരു വലിയ ഇരപരിവേഷം എന്നല്ല, ഒരു ഹീറോ ആയിട്ടാണ് അദ്ദേഹത്തെ കാണുക എന്നുള്ള കാര്യം ഉറപ്പാണ്. കേജ്രിവാളിന് കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ അറിയാം. ജയിലിൽ അനുഭവിച്ചത്, തന്നെ കേസിൽ കുടുക്കിയത്, ഇതൊക്കെയായിരിക്കും ഈ പ്രചാരണത്തിൽ അദ്ദേഹം പറയാൻ പോകുന്നത്. ശക്തമായ വാദങ്ങളായിരിക്കും അത്. ഈ പ്രതിപക്ഷ നിരയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ഒരു ക്യാമ്പയിൻ അല്ലേ, ആ നിലയ്ക്ക് തന്നെ അത് പോകും. അടുത്ത 4 ഘട്ടങ്ങൾ, ആ 4 ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് ഇറങ്ങാനായാൽ അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കേസിലെ എല്ലാ പ്രതികളെയും ഒരുപോലെയാണ് ഞങ്ങൾ പരിഗണിക്കുന്നതെന്നൊക്കെ തുഷാർ മേത്ത പറയുന്നു. 2022 ഗോവ ഇലക്ഷൻ കാലത്ത് കേജ്രിവാൾ ആഡംബര ഹോട്ടലായ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ താമസിച്ചിരുന്നു. അതിൻ്റെ ബിൽ കൊടുത്ത് ആപ്പ് ക്യാമ്പയിന് പണം സ്വീകരിച്ചായി ആരോപണമുയർന്ന ചൻപ്രീത് സിംഗ് ആണെന്നും ഇഡിയുടെ അഭിഭാഷകൻ വാദിച്ചു. ഇതൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ. പിന്നെ ഈ ഫോണുമായി ബന്ധപ്പെട്ട് 176 ഫോണുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത വാദം തുടരുമ്പോൾ 20-ാം തീയതി ഇനിയും വരും, വാദം തുടരുന്നു. അന്ന് തന്നെ കിട്ടുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പിന്നെ 25 ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷം കിട്ടുന്നതിൽ കാര്യമില്ലല്ലോ. അതിന് മുന്നേ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതുവരെ കയ്യിലൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, ഇഡി ഓരോ ഉന്നയിക്കുന്ന ആരോപണങ്ങളായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. കോടതി ഇതുവരെ ഈ കാര്യത്തിൽ അനുകൂലമായൊരു കാര്യവും പരാമർശിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാര്യം ഒരു പ്രതീക്ഷ നൽകുന്നു. പക്ഷേ 20-ാം തീയതി വരെ അദ്ദേഹം ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം. മാത്രമല്ല, ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് BJPയുടെ പ്രസംഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എപ്പോഴാണെന്നറിയോ? അവസാനഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് മണിക്കൂർ, അതായത് 3-ാം ഘട്ട പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ കർണാടകയിലെ 14 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഘട്ടത്തിന് ഏറ്റവും ഒടുവിലാണ് ആ മുട്ടയിടുന്ന അതായത് മുസ്ലിം പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്ന കോൺഗ്രസ്സുകാരൻ. അത് അവസാന നിമിഷമാണ്. കാരണം അതല്ലെങ്കിൽ നോക്കൂ, കർണാടകയിലെ ഒരു കർണാടകയിലെ BJP പ്രചരിപ്പിച്ചതാണ്. മഹാരാഷ്ട്രയിലെ പോസ്റ്റർ, മറാഠിയിൽ എഴുതിയിരിക്കുന്ന പോസ്റ്റർ ഭാരതത്തിനാണോ അതോ നിങ്ങൾ പാകിസ്ഥാനാണോ വോട്ട് ചെയ്തത്? ഇതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ BJPയുടെ കാര്യത്തിൽ BJPക്ക് കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന നോട്ടീസിൽ മറുപടി പറഞ്ഞിട്ടില്ല. സമയം വീണ്ടും ചോദിച്ചിരിക്കും. അടുത്ത ഘട്ടം കൂടി ഇത് പറയാനുണ്ട്, ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. Meet the editors.